ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം നന്നായിട്ടൊന്ന് വറവായിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയം തന്നെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ശർക്കര അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഈ ഒരു സമയം തന്നെ ഗോതമ്പ് പൊടി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടായിട്ട് നന്നായിട്ട് വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു ചൂട്ടിൽ കിടന്നിട്ട് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് നിലക്കടലയും അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. നിലക്കടലയും തേങ്ങയും ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിലേക്ക്. അപ്പോൾ നിലക്കടലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങക്ക് അതിൽ വെള്ളം വറ്റി നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. ഒന്ന് ഡ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ തേങ്ങയൊക്കെ വെള്ളം വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും കടലയും കൂടെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് തരി ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈ ഒരു സ്നാക്കിലേക്ക് ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെറിയ തരിയോട് കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പഴമാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുഴുങ്ങിയിട്ടുള്ള പഴമാണ് കേട്ടോ. പുഴുങ്ങിയ പഴത്തിന് പകരമായിട്ട് നമ്മൾ സാധാരണ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കാം. അപ്പോൾ അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പഴം ചേർക്കാതെയും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാനിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ടുള്ള പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ അതിലേക്ക് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കടലേൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ശർക്കര ഉപ്പിൻ്റെ അംശമൊന്നുമില്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് സെറ്റായിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കൂടുതൽ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കര എടുക്കണമെന്നില്ല. 1/2 കപ്പിൻ്റെ കുറച്ച് താഴെയായിട്ട് ശർക്കര ഉരുക്കിയെടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വരണം. പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ ആയിട്ട് വരണം. അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഇട്ടിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ലെവൽ ചെയ്തെടുക്കുന്ന സമയത്ത് സ്പൂണിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവുകയും ചെയ്യും. നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.